പോഡിലസ് അസ്യൂമലസ്, ശ്രീലങ്കൻ ബേ ഔൾ, റിപ്ലി മൂങ്ങ എന്നൊക്കെയാണ് ഇവരുടെ പേര്. തട്ടേക്കാടാണ് ഇവരെ ഏറ്റവും അധികം കാണാവുന്നത്. ശ്രീലങ്കയേക്കാൾ കൂടുതൽ ഈ മൂങ്ങയെ കാണാൻ എളുപ്പം തട്ടേക്കാടാണ്. എന്നാൽ തട്ടേക്കാട് മാത്രമല്ല, തട്ടേക്കാടിലും മൂന്നാറിലും തേക്കടിയിലും ടോപ്പ് സ്ലിപ്പിലും ശ്രീലങ്കയിലും ഒക്കെ ഉള്ള ഒരു മൂങ്ങയാണിത്. പിന്നെ ഇവരെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവർ ഒരു മരത്തിൽ സ്ഥിരമായിട്ട് റൂസ്റ്റ് ചെയ്യുന്ന പക്ഷിയല്ല. ഒരു സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ 49 മരങ്ങളിൽ വരെ ഞാൻ ഈ പക്ഷിയെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഇരിക്കുന്ന മരത്തിൽ തിരിച്ചെത്താൻ വേണ്ടി 10-15 ദിവസം എടുത്തേക്കാം. അതായത് ഒരു മാസത്തിൽ തന്നെ 2 തവണ ഒരേ മരത്തിൽ ഈ പക്ഷി റൂസ്റ്റ് ചെയ്യുമെന്ന് അർത്ഥം. അപ്പോൾ നമുക്കൊരു 15 മരം ഇതിരിക്കുന്നതായിട്ടുള്ള മരങ്ങളെ അറിയാമെങ്കിൽ ഒരു മാസത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഈ പക്ഷിയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മറ്റുള്ള മൂങ്ങകളാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കൽ റൂസ്റ്റ് ചെയ്ത് കണ്ടിട്ടുള്ള മരത്തിൽ നമുക്കതിനെ കണ്ടുപിടിക്കാനായിട്ട് ആ മരത്തിൽ മാത്രം നോക്കിയാൽ മതി. എന്നാൽ ബേ ഔളിനെ അങ്ങനെയല്ല, അതിരിക്കാറുള്ള എല്ലാ മരത്തിലും തേടി ആണ് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. പിന്നെ മറ്റു മൂങ്ങകളെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ മരത്തിൻ്റെ അടിയിലുള്ള കാഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ മൂങ്ങയെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ബേ ഔളിന് അത് നടക്കില്ല. കാരണം എല്ലാ ദിവസവും മാറിയിരിക്കുന്നതുകൊണ്ട് ആ മരത്തിൻ്റെ അടിയിൽ അധികം കാഷ്ടം ഉണ്ടാവത്തില്ല. സാധാരണ മറ്റു മൂങ്ങകളാണ് കുമ്മായം കലക്കിയിട്ട പോലെ കാഷ്ടങ്ങൾ മരത്തിൻ്റെ ചുവട്ടിലുള്ളത് നോക്കി ഒരു ഗൈഡിനോ ഒരു പക്ഷി നിരീക്ഷകനോ ആ മരത്തിലൊരു മൂങ്ങയെ കണ്ടുപിടിക്കാൻ